ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവെ എണീക്കാനൊക്കെ കുറച്ച് മടിയാണ്. എങ്കിലും സൺഡേ പള്ളിയിലൊക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ലൈറ്റിട്ട് സമയമെല്ലാം നോക്കി. സമയമൊക്കെ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ പിന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. എങ്ങനെയൊക്കെയോ അടുപ്പ് ബ്രഷൊക്കെ ചെയ്ത് സെറ്റായി വന്നു. പെട്ടെന്നൊന്ന് ഓടിച്ച് റെഡിയൊക്കെ ആയി നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ രാവിലെ ഭയങ്കര ടയേർഡായി. നടന്നിട്ടാണ് പള്ളിയിൽ പോകുന്നത് കേട്ടോ. അപ്പം പോയിട്ട് വന്നപ്പോൾ തന്നെ ക്ഷീണമായി. പിന്നെ പണ്ട് മുതലേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേസി ഡേ ആണല്ലോ. എല്ലാവർക്കും വീക്കെൻഡാണ്, ഫ്രീ ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ദിവസമാണല്ലോ. ഞാൻ ഭയങ്കര മടിച്ചാണ്ടാന്ന് തോന്നുന്നു പണ്ട് മുതലേ. സൺഡേ കൂടെ, കാരണം ബാക്കിയുള്ള ദിവസം ക്ലാസ് ഉണ്ടാവും, സൺഡേ കൂടെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് വിചാരിച്ചാണ് പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും മമ്മി നമ്മുടെ തക്കാളി ചട്നി അരയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇളക്കിയൊക്കെ സഹായിച്ചു. പിന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ ചട്ടി വീണ്ടും കഴുകിയെടുക്കാൻ മടിയായതുകൊണ്ട് ആ ചട്ടി തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് കടുകൊക്കെ പൊട്ടിച്ചു. അപ്പം ദോശയും ചമ്മന്തി തക്കാളി ചട്നിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. 2 ദോശയും ചട്നിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നോർമലി എല്ലാ വീട്ടിലും തന്നെ ഉള്ളൊരു പതിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൺഡേ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോൺ വെജ് വാങ്ങിക്കുന്ന ദിവസമായിരിക്കും. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബീഫ് കൊണ്ടുവന്നു. പപ്പയ്ക്ക് ടൈമില്ലാഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്ന പരിപാടി എന്നെ ഏൽപ്പിച്ചു. നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ക്രിസ്മസ് അങ്ങനെയുള്ള സ്പെഷ്യൽ പരിപാടി തിരക്കുള്ള ദിവസങ്ങളിലല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ ബീഫ് കട്ട് ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾ ബീഫ് കഴിക്കാതിരുന്നു. കാരണം ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എനിക്ക് കുറച്ച് ബീഫിൻ്റെ അലർജി വന്നു. അതിനുശേഷം പിന്നെ ഞാൻ കഴിക്കാതായി. അതിനുശേഷം ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു 5-6 മാസമായിട്ട് റീസ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അലർജി ഒന്നും പിന്നെ ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കുറച്ച് അവർ കഴിക്കുമ്പോൾ നോക്കിയിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ബീഫ് വാങ്ങിക്കുന്ന കുറവായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കഴിക്കാതിരുന്നിട്ട് ബീഫ് കഴിക്കുമ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ പീസായിരിക്കും അവർ പെട്ടെന്ന് ഞുറുക്കിയിടുന്നത്. അതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം പീസാക്കാതെയാണ് വാങ്ങിക്കുക. അപ്പോൾ പപ്പയ്ക്ക് ടൈമില്ലാഞ്ഞുകൊണ്ട് മമ്മിക്ക് കട്ട് ചെയ്യുന്ന പരിപാടി കുറച്ച് താമസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്, കൂടുതലും നോൺ വെജൊക്കെ വാങ്ങിക്കുന്ന ദിവസം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഉള്ളി അരിഞ്ഞു കൊടുക്കും. അങ്ങനെ കുക്കിങ്ങിലേക്ക് ഞാൻ പോകാറില്ല. അതുകൊണ്ട് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കട്ടിങ്, ക്ലീനിങ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പരിപാടി. കുക്കിംഗ് മേഖലയിൽ കൈവെക്കാറില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ട് ഇൻട്രസ്റ്റിങ്ങും ഇല്ല, ചെയ്യാറുമില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഞാൻ കത്തിക്ക് ഒട്ടും മൂർച്ചയില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ കല്ലിലക്കിയിട്ട്, ഇതിങ്ങനെ കത്തി ഷാർപ്പനാക്കുന്ന ഒരു കല്ലാണ് കേട്ടോ. നല്ലതാണ്, യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തു. കുറച്ച് നേരം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഫുൾ അങ്ങനെ ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്തു. ഒരു 1.5 കിലോ 2 കിലോ എണ്ണോളം ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് മമ്മി ഒരു നാരങ്ങ വെള്ളം, അപ്പോഴത്തേനും തന്നെ ഉച്ചയായി കേട്ടോ, 10-11 മണിയായി. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ടും ചൂടാകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നിന്ന് അത്രയും നേരം കട്ടിയോടെ ചെയ്തുകൊണ്ട് മമ്മി എനിക്ക് നാരങ്ങ വെള്ളമൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ നാരങ്ങ വെള്ളം എല്ലാം കുടിച്ചിട്ട് സവോളയും കൂടെ, ഇതിലേക്ക് വേണ്ട സവോളയും കൂടെ ഞാൻ ക്ലീനാക്കി അരിഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി എൻ്റെ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് അരിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ തൊലി അവിടെ വെച്ചത്. നിങ്ങളൊന്നും ഓർക്കരുത്. ഞാൻ അതിങ്ങനെ, പിന്നെ ഞാൻ ഈ ഉള്ളിയുടെ തൊലി എടുത്ത് പെട്ടെന്ന് വേസ്റ്റ് ബിന്നിലിട്ട് കളയാറില്ല. അത് ഉള്ളിയുടെ തൊലി മാത്രം, ഉള്ളിയുടെ തൊലിയും മുട്ടയുടെ തോടും ഞാൻ മാറ്റി വയ്ക്കും. എല്ലാവർക്കും തന്നെ അറിയാവുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ, പിന്നെ
കറ്റാർവാഴയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഈ ഉള്ളിയുടെ തൊലി. ഉള്ളിയുടെ തൊലി വേറെ ഒന്നും വേണ്ട, ഉള്ളിയുടെയും സവോളയുടെയും ഒക്കെ തൊലി നമ്മൾ കൊണ്ട് ജസ്റ്റ് കറ്റാർവാഴയുടെ ചുവട്ടിട്ട് കൊടുത്താൽ മതി. അതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ നോർമലി കൊടുക്കുന്ന വെള്ളത്തിൽ തന്നെ അത് അലിഞ്ഞ് മണ്ണൊക്കെ കമ്പോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് ചെയ്യുക. ഇപ്പം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇത് മാറ്റി വെച്ചിട്ട് ഇത് കൊണ്ട് ഇട്ട് കൊടുക്കും. മുട്ടയുടെ തൊണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ അടിപൊളിയാണ്. അപ്പം ബീഫിനായതുകൊണ്ട് ഞാൻ നടുവെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടാണ് നല്ല കുനുകുനാന്നരിഞ്ഞ് മമ്മിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം തന്നെ 12:30 കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നിട്ട് വന്ന് പിന്നെ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുമായിരുന്നു. SBID ആണ്. കാരണം ഞാനത് എക്സാം എഴുതാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചു. അതാകുമ്പോൾ പിന്നെ ഇപ്പം നമുക്ക് സേവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നോക്കി പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാപ്പൊക്കെ ഓൺ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പുള്ള സെക്ഷൻ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. പൊതുവേ ഇന്നൊരു ലേസി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെന്ന് വെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ലാപ്പിൻ്റെ കീബോർഡ് വർക്കിംഗ് അല്ലാതായി കേട്ടോ. ഞാനതുകൊണ്ട് സർവീസ് ചെയ്യാൻ കൊടുത്ത അപ്പോൾ അവർ പറഞ്ഞു ഇതാണേലും മതിയെന്ന് പറഞ്ഞ് അവരത് മാറ്റി വയ്ക്കാനൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെ നോർമൽ കീബോർഡിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ കീബോർഡ് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ലാപ്പൊക്കെ ഓഫ് ചെയ്ത് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും നാരങ്ങ അച്ചാറും ബീഫും പിന്നെ മോരുണ്ടായിരുന്നു. ഞാനത് എടുത്തില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. എണീറ്റ് ചായയൊക്കെ കുടിച്ചു. അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി തല കഴുകി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് മോട്ടറിൻ്റെ കണക്ഷൻ ടാങ്കിലേക്ക് കൊടുത്തിട്ടില്ല, കിണറ്റിൽ നിന്നുള്ള കണക്ഷൻ. അതുകൊണ്ട് ഞാൻ തല മാത്രം പുറത്തൊരു ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്, കാരണം പൈപ്പ് കണക്ഷൻ്റെ വെള്ളമാണ് ടാങ്കിലേക്ക് വരുന്നത്. നല്ല അടിപൊളി ക്ലോറിനാണ്. അതുകൊണ്ട് മുടി കൊഴിച്ചിൽ ശക്തമായപ്പോൾ ഞാൻ പതുക്കെ തല കഴുകുന്ന വെള്ളം മാത്രം വെള്ളം കോരിയെടുത്ത് തല കഴുകും. ബാക്കി ബാത്റൂമിൽ വന്നിട്ട് നമ്മൾ നോർമൽ പൈപ്പ് വരുന്ന വെള്ളത്തിൽ കുളിക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ വലിയ കാര്യമായിട്ടാരും ചെയ്യാത്തോണ്ട് ഞാൻ വിചാരിച്ചു ശരി കുറേ നാളായല്ലോ ഒന്ന് കുളിച്ച് കാണിക്കാമെന്ന്. ആക്ച്വലി ഞാനൊരു ഹെയർ മാസ്ക് ഒന്നും അല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് അലോവേറ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ. പക്ഷെ ഞാനതെന്തോ ഷൂട്ട് ചെയ്ത് അലോവേറയുടെ ജെല്ലെടുക്കുന്നത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എവിടെയോ സേവ് ആയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന കാണിക്കാം എന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ അലോവേറയുടെ ജെല്ലെടുക്കുന്ന സാധനം ക്ലിപ്പ് പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ അത് കാണിക്കാം കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വീട്ടിൽ അലോവേറയുടെ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ കിണറ്റിൽ നിന്ന് ഇപ്പോൾ അധികം ആരും വെള്ളം എടുക്കാത്തത് കൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈയും കാലുമൊക്കെ ഒന്ന്, കാരണം ടാങ്കിൽ കിടക്കുന്ന വെള്ളം എന്തായാലും മുകളിൽ നിന്ന് നല്ല തിളച്ചിട്ടാണ്, ചൂടുവെള്ളത്തിൻ്റെ എഫക്റ്റിൽ തന്നെയാണ് നമുക്ക് ബാത്റൂമിൽ കിട്ടുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകി സെറ്റായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുള്ളൊക്കെ നമ്മൾ സാധാരണ കുളിയും പ്രയറും ഒക്കെ കഴിഞ്ഞ്, അപ്പോൾ വീട്ടിൽ നിന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് പച്ചക്കപ്പ ഉണ്ടായിരുന്നു. പച്ചക്കപ്പയും ബീഫും പിന്നെ നമ്മുടെ അപ്പമായിരുന്നു. അപ്പം മറ്റേ വെള്ളയപ്പം, അതായത് എല്ലായിടത്തോട്ടും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കോട്ടയം സ്റ്റൈലിൽ മറ്റേ വെള്ളയപ്പമായിരുന്നു. നടുക്ക് ഇങ്ങനെ കട്ടി ആയിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞ അടിപൊളി വെള്ളയപ്പം ഉണ്ടായിരുന്നു. അത് രാവിലത്തെ ഇന്നലത്തെ മാവിൻ്റെ മിക്സും ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ മമ്മി വെള്ളയപ്പം കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ കൂട്ടിയതൊക്കെ കഴിച്ചു. അതോടുകൂടി എൻ്റെ ഈവനിങ്ങും ടീയും ഡിന്നറും എല്ലാം കഴിയും കേട്ടോ. ചിലപ്പോഴേ ടീ കഴിക്കൂ, ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ടനും
എന്തെങ്കിലുമായിട്ട് കഴിക്കും. വൈകുന്നേരം ഞാൻ പാൽച്ചായ ഒന്നും യൂസ് ചെയ്യാറില്ല. കുറച്ച് നാളായിട്ട് കഫം തോന്നി, അപ്പം ഞാൻ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്തു. ഒരു കൊറോണ സമയത്തിന് ശേഷം നമുക്ക് വരുന്ന പനികളിലൊക്കെ അങ്ങനെയാണല്ലോ. പനി വന്നു കഴിഞ്ഞാൽ പിന്നെ കഫം പോകുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് വൈകുന്നേരം നമ്മൾ പാലിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താമെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ പഠിക്കാനിരുന്നു. സൺഡേ കൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു. എങ്കിലും കുറച്ച് ഇംഗ്ലീഷ് പോർഷൻസാണ് പഠിച്ചത്. മറ്റേ ആൻറ്റൺസ് എനിമിൻസ് ആണെന്ന് തോന്നുന്നു, എന്തോ അതാണെന്ന് തോന്നുന്നു. കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സും മീനിങ്ങും സിനോണിമും ആൻറ്റണിമും ഒക്കെ പഠിച്ചു. അത് ഓൾറെഡി ഞാൻ സൈലത്തിൻ്റെ നോട്ട് ക്ലാസ് എടുത്തപ്പോഴത്തേനും ഞാൻ കൂടുതലും നോട്ട്സായിട്ട് അവരുടെ ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് കിട്ടും. അപ്പം ആ നോട്ട്സ് നോക്കി എല്ലാം ഒന്ന് റെഫർ ചെയ്ത് ഒന്നുകൂടെ പഠിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റാങ്ക് ഫയൽ നോക്കിയാണ് കൂടുതലും പഠിച്ചു വന്നിരുന്നത് ലാസ്റ്റ് ഇയർ വരെ. ക്ലാസ് എടുക്കുവാണെങ്കിലും ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നമുക്ക് നോട്ട്സ് എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അവർ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ കുറേ നേരം സിസ്റ്റത്തെ നോക്കിയിരുന്ന് പഠിക്കുമ്പോഴത്തേനും മടുക്കുന്നതുകൊണ്ട് ഞാൻ ക്ലാസ്സിനൊപ്പം എപ്പോഴും റാങ്ക് ഫയൽ എടുത്ത് വയ്ക്കാറുണ്ട്. എന്നിട്ട് അവർ പഠിപ്പിക്കുന്ന പോർഷൻസ്, അവർ പഠിപ്പിക്കുന്ന പോയിൻറ്റ്സ് റാങ്ക് ഫയലിൽ മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വിടും. അപ്പം നോട്ട്സ് എഴുതിയില്ലെങ്കിൽ പോലും എഴുതാത്ത പാട്ടിൻ്റെ മാത്രം നോക്കും. അങ്ങനെയാണ്. അപ്പം നോട്ട്സ് എൻ്റെ കയ്യിൽ ഒരുവിധം എല്ലാം ഉണ്ട്. ബാക്കിയുള്ള റാങ്ക് ഫയലിലും ഉണ്ട്. അപ്പം ഞാൻ റാങ്ക് ഫയലിൽ കൂടുതൽ അങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് ഞാൻ തൊഴിൽ വാർത്താ സംഭവങ്ങളൊന്നും നോക്കിയിരുന്നില്ല. അപ്പം റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും ശരിയല്ല. പക്ഷെ ഞാൻ റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല, ഈ ക്ലാസ്സിലുള്ള പോയിൻറ്റ്സും റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പോലെ തൊഴിൽ വാർത്ത നോക്കാം, തൊഴിൽ വാർത്തയോ തൊഴിൽ വേദിയൊക്കെ നോക്കാം എന്നൊരു തീരുമാനമെടുത്തിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു റിവിഷൻ പോലെയാണ് ഞാൻ പോകുന്നത്. ഓൾറെഡി എനിക്കറിയാവുന്ന പോർഷൻസാണ്. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസത്തേതിൽ നദികളെല്ലാം കൂടെ ഒരു ചെറിയ അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കാണുമല്ലോ നോർമലി, ആ കൂടെ എക്സ്ട്രാ ഒരു ബുക്ക്ലെറ്റായിട്ട് നദികൾ മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ മുതൽ കേരളത്തിലെ വരെ എല്ലാ നദികളും. അപ്പം ഞാൻ ജസ്റ്റ് അത് ഫുൾ വായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി പഠിച്ചതുകൊണ്ട് എനിക്കറിയാം, റിവിഷനാവും. എങ്കിലും അതിലും പഠിക്കേണ്ട പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചു. എക്സ്ട്രാ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ച് നദികളൂടെ പഠിച്ചു. അതോടുകൂടി പഠിത്തം സത്യം പറഞ്ഞാൽ അവസാനിപ്പിച്ചു. മടുത്തു നല്ല എന്തോ ഒരു ലേസൻസ് ഡേ ആയിരുന്നു. അപ്പം മൊത്തത്തിൽ മടുത്തു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പഠിത്തം കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ചു. ഞാൻ നാളെ ഞങ്ങളുടെ പള്ളിയിലല്ല, ഫ്രോന പള്ളിയിലാണെങ്കിലും ഞങ്ങളെപ്പോഴും പോകുന്ന, ഞാൻ പഠിച്ച സ്ഥലത്തെ പോകുന്ന നോയമ്പ് പെരുന്നാളാണ്. അതായത് കുറവലങ്ങാട് എന്ന് പറയും. കുറവലങ്ങാട് പള്ളിയിലെ നോയമ്പ് പെരുന്നാൾ. അപ്പോൾ രാവിലെ വൈകുന്നേരം പള്ളിയിലൊക്കെ പോകണം. മൊത്തത്തിൽ ഇന്നൊരു മടുപ്പ് ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിരിക്കും സിനിമ കാണാൻ മൂഡ് തോന്നി. നമ്മൾ ഒരുപാട് എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്കൊന്ന് ഫ്രീ ആയി സിനിമയൊക്കെ കാണണമെന്ന് തോന്നിയ സിനിമയൊക്കെ കാണുക. അപ്പോൾ ഞാൻ സിനിമ വന്ന് ഭരതനാട്യം മൂവിയാണ് കണ്ടത്. അതൊക്കെ കണ്ട് റിലാക്സായി.